വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ കുറച്ച് പാക്കിംഗ് പരിപാടികളിലാണ്. നമ്മുടെ ക്രിസ്മസ് ആയല്ലോ. ക്രിസ്മസ് ആവുമ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കും. ഞാൻ പറ്റുവാണെങ്കിൽ ഇതിന്റെ ശേഷം ഞാൻ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ഞാൻ ആഡ് ചെയ്തില്ല കേട്ടോ. അപ്പൊ ഞാൻ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ക്രിസ്മസ് ഫോട്ടോഷൂട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ്. ഇതൊന്നും ഇപ്പൊ പർച്ചേസ് ചെയ്തതല്ല കേട്ടോ. കുറെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റേ ഞാൻ അതിന് മുമ്പ് പർച്ചേസ് ചെയ്ത സംഭവങ്ങളുണ്ട്, ബർത്ത്ഡേക്ക് കിട്ടിയത്, അതൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് അവരുടെ ഡ്രസ്സുകൾ കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു പാര ഡ്രസ്സ്. ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് ആൻസൺ ചേട്ടന്റെ ആന്റി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഒരു 4 പീസ് ഒരു സെറ്റാണ്. നീർത്തുന്നില്ല കേട്ടോ. ഞാൻ ഫോട്ടോഷൂട്ട് പോകുമ്പോൾ എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി മടക്കി വെച്ച കാരണം ഇനി വലിച്ചിരുന്നില്ല. ഇതിങ്ങനെ ഒരു ഡ്രസ്സ്. പിന്നെ ഇതാ ഇതുപോലത്തെ ഒരു ക്രിസ്മസ് തീമിലൊരു ഡ്രസ്സ്. ഇത് ബിൻസിമം എപ്പോഴോ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് ഹേ ബേബി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാലക്കുടിയാണ്. ഭരിത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേഡി ഫോട്ടോഗ്രാഫർ ആണ്. പുള്ളിക്കാരനെയാണ് നമ്മുടെ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എങ്ങനെയാന്ന് വെച്ചാൽ ചാലക്കുടിയിലെ എക്സ്ക്ലൂസീവ് ബേബി സ്റ്റുഡിയോ ആണ്. കുട്ടികളുടെ മാത്രമേ അവർ ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ഹേ ബേബി എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ്. അപ്പൊ അവിടേക്കാണ് ഫസ്റ്റ് നമ്മൾ ഫോട്ടോഷൂട്ടിന് പോയത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡേ നമ്മൾ പോകുന്നത് ന്യൂബെറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തൃശ്ശൂർ തന്നെ ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ അതിന്റെ റഷസ് ഒക്കെ ഇതിന്റെ ബാക്ക് ടു ബാക്ക് ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ പാച്ചു എങ്ങനെയായിരിക്കും എന്നുള്ളതിന് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഇപ്പൊ നമ്മൾ ഫോണിൽ തന്നെ ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ അവന്റെ മൂടുള്ള സമയത്തേ അവൻ നിൽക്കുള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ട്, അവൻ നിൽക്കോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പൊ എന്തായാലും ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഞാൻ വെച്ചിട്ടുള്ളത് ഇന്നിപ്പോ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇത് മിറ ബൈ അൻസു ജെറിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ നിന്ന്, അതായത് പാച്ചുവിന് ബർത്ത്ഡേക്ക് പിന്നെ ഓണം എല്ലാ ഒരു ഒക്കേഷൻ വന്നാലും അവിടുന്ന് അൻസുവിന്റെ വക ഒരു ഡ്രസ്സ് ഷുവറാണ്. അപ്പം അൻസു ഇത്തവണ അയച്ചിട്ടുള്ള ഡ്രസ്സാണ് ഇത്. സെറ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വൈറ്റ് ഡ്രസ്സാണ്. ഫുൾ ഇതിന്റെ ഹാൻഡ് വർക്ക് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇതുണ്ടോ, നല്ല ക്രിസ്മസി തീമിലുള്ള ഒരു ഹാൻഡ് വർക്കും എംബ്രോയിഡറിയും ഒക്കെ കൂടിയിട്ട് നല്ലൊരു വൈറ്റ് ഡ്രസ്സാണ്. അപ്പൊ ഇതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. മെയിനായിട്ട് പാച്ചുവിന്റെ ഫോട്ടോഷൂട്ടാണ്. ഞാൻ ഇടയ്ക്ക് സൈഡായിട്ട് നിൽക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു. അപ്പൊ ഇതിൽ ഇപ്പുറത്തെ അവന്റെ ഷൂസും അവന്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇപ്പുറത്ത് അവന്റെ ഡയപ്പർ ബാഗില് എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊന്ന് വേഗം പോയിട്ട് മേക്കപ്പ് ചെയ്യട്ടെ. ഇത് കണ്ടോ, എന്റെ പുതിയ കളക്ഷൻ ഓഫ് ലിപ്സ്റ്റിക്സ് ആണ്. നമ്മുടെ മാമഅർത്തിന്റെ 9 to 9 ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്സ് ആണ്. നമ്മുടെ ക്രിസ്മസ് ഒക്കെയല്ലേ വരുന്നത്. അപ്പം ഫോട്ടോഷൂട്ട്സിനൊക്കെ മെയിൻ അട്രാക്ഷൻ എൻ്റെ മേക്കപ്പിൽ ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ വളരെ സേഫ് ആണ്. നമുക്ക് ഒന്നാമത് 12 hours ലോങ് ലാസ്റ്റിംഗ് ആണ്. വേറെ ഷെയ്ഡ് പോവൊന്നുമില്ല. മാത്രമല്ല ഇത് ശരിക്കും 1 സ്ട്രോക്കിൽ തന്നെ ഇൻറ്റൻസ് കളർ ഇതിൽ വരും. നമുക്ക് ഈസി ടു അപ്ലൈ ആണ്. മാത്രമല്ല ഇത് ഭയങ്കര ഫെദർ സോഫ്റ്റ് ആണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലിപ്സിനൊരു ഹെവിനെസ്സോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഡിസ്കംഫർട്ടോ ഒന്നും തോന്നില്ല. ഈ ലിപ്സ്റ്റിക്ക് നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. കാരണം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ജോജോബ ഓയിലും പിന്നെ വൈറ്റമിൻ ഇയോ ആണ് കേട്ടോ. ജോജോബ ഓയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്സിനെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഇ മോയ്സ്ചർ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും വളരെ സേഫ് ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവറി ഡേ നമുക്ക് യൂസ് ചെയ്താലും ഒരു പിഗ്മെന്റേഷനോ അല്ലെങ്കിൽ ഡാർക്ക് ലിപ്സ് ആവോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇഷ്ടം പോലെ ഷെയ്ഡ്സിലും ഉണ്ട്. അപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഔട്ട്ഫിറ്റ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല വൈബ്രന്റ് ഷെയ്ഡ്സ് ഉണ്ട്. പിന്നെ മാമഅർത്തിന് നിങ്ങൾക്ക് അറിയാലോ, മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. മാത്രമല്ല ഇത് സൂപ്പർ അഫോർഡബിൾ റേറ്റിലുമാണ് അവർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് 9 വൈബ്രന്റ് ഷെയ്ഡ്സിലാണ് കേട്ടോ വരുന്നത്. ഞാൻ ഓരോന്നോരോന്ന് നിങ്ങൾക്ക് സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം. ഇത് മൾബറി പിങ്ക് എന്നാണ് ഈ ഒരു ഷെയ്ഡിന്റെ പേര്. നല്ല ബ്രൈറ്റ് പിങ്ക് ആണ് ഇത്. ഒറ്റ സ്വാച്ചിൽ തന്നെ നല്ല ബ്രൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് പെറ്റൽ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു നല്ല ബ്രൈറ്റ് ഷെയ്ഡാണ്. ഇങ്ങനെ വരും.
റൂബി റെഡ്, നല്ല ബ്രൈറ്റ് ഒരു റെഡാണ് കേട്ടോ. നമ്മുടെ ക്രിസ്മസിനൊക്കെ പറ്റിയ ഒരു ഷെയ്ഡാണ്. ഇതാ ഇങ്ങനെയാണ് ഇത് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, ഒറ്റ സ്വാച്ചിൽ തന്നെ നല്ല ബ്രൈറ്റ് ഷെയ്ഡായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്തത് മൊക്ക ബ്രൗൺ, ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതാ ഈ ഒരു ലൈറ്റ് ഒരു മൊക്ക ഷെയ്ഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഒരു ഹണി ബ്ലഷ്, ഒരു സിമിലർ ഒരു ഷെയ്ഡാണ്, ഒരു ബ്രൗൺ പിങ്ക് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇങ്ങനൊരു ഷെയ്ഡാണ്. ഇതും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാട്ടോ. ഗ്രേപ്പ് വൈൻ, ഇതും നല്ലൊരു ബ്രൈറ്റ് ഒരു ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇത് ബെറി ന്യൂഡ്, ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, എല്ലാ ഷെയ്ഡും വളരെ ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് നോക്കി മേടിക്കാം. ഈ പറഞ്ഞ പോലെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ എല്ലാ ഷെയ്ഡ്സിനും നമുക്ക് എന്താ പറയുക, എല്ലാ ദിവസവും മാറി മാറി ഇടാം എന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കുകയും ചെയ്യാം. ഇതൊരു ബ്രൈറ്റ് ഷെയ്ഡാണ്, നല്ലൊരു റെഡ് ഷെയ്ഡാണ്. എന്താണ് റെഡ് ദഹ്ലിയ എന്നൊരു ഷെയ്ഡ്. ഇത് നല്ല ബ്രൈറ്റ് റെഡാണ്. ഇങ്ങനെയാണ്. ഞാൻ 8 ഷെയ്ഡ്സാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഞാൻ 8 ഷെയ്ഡ്സാണ് വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ ടോട്ടൽ 9 ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കാജലും, നമ്മുടെ മാമാവത്തിൻ്റെ കാജലും ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാരണം നമ്മുടെ കാജലും ഉണ്ട്. ഇതാണ് കാജൽ മാമാവത്തിൻ്റെ. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കാജൽ എന്തായാലും നിർബന്ധമാണ്. കാജലും നല്ല ഇൻറ്റൻസ് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോഴത്തേക്കും ശരിക്കും വേറൊരു മേക്കപ്പിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മാമാവത്തിൻ്റെ പുതിയ ലോഞ്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഷെയ്ഡ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ പിന്നെ മാമാവത്തിൻ്റെ നിങ്ങൾക്കറിയാലോ പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവിനെ കുറിച്ചിട്ട് നമ്മൾ എന്തൊരു പ്രോഡക്ട്സും നമ്മൾ മാമാവത്ത് വെബ്സൈറ്റിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ഓർഡറും ഒരു ട്രീയുമായിട്ട് ലിങ്ക് ചെയ്യും. 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീസ് പ്ലാൻ ചെയ്യാനാണ് മാമാവത്തിൻ്റെ ഇനീഷ്യേറ്റീവ്. അതാണ് പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ്. പിന്നെ മാമാവത്തിൻ്റെ എല്ലാ പ്രോഡക്ട്സും നൈക്ക, ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ലഭ്യമാണ്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഔട്ട്ലെറ്റ്സിലും എല്ലാം കാണുന്നുണ്ട്. മാമാവത്തിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പിൽ നിന്ന് ഡിംപിൾ ആർ 2023 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ടും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഈ വർഷത്തെ ഫസ്റ്റ് ക്രിസ്മസ് ഫോട്ടോഷൂട്ടിന് നമ്മൾ പോവുകയാണ്. ഇന്ന് ചാലക്കുടിയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലത്തെ സെഷനാണ്. അപ്പം പാച്ചുനെ ഇന്നലെ സുഖമായിട്ട് നേരത്തോടെ കെട്ടി ഉറക്കി, ഉറക്കക്ഷീണമൊക്കെ മാറി. എന്നാലും വണ്ടിയിൽ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്നുള്ള ധാരണയിൽ ഞാൻ അങ്ങനെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ അവനെ കുറച്ച് നേരം ഉറക്കി. അപ്പോൾ ആ ഒരു സമയത്ത് കഴിഞ്ഞ വർഷത്തെ കുറേ ഫോട്ടോസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. തോമും പാച്ചുവും ഞാനും ഒക്കെ കൂടി കുറേ ഫോട്ടോഷൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. ഫോട്ടോസൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും നമ്മൾ ഹേ ബേബിയിലെത്തി. ഇതാണ് ഭരിത, ഒരു ലേഡി ഫോട്ടോഗ്രാഫറാണ്. ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ബേബീസിനെയും മെറ്റർണിറ്റി ഷൂട്ട്സും അങ്ങനെ ഒത്തിരി ഷൂട്ട്സൊക്കെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ ഇഷ്ടം പോലെ ബേബി പ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശരിക്കും തൃശ്ശൂരിലത്തെ ഒരു എക്സ്ക്ലൂസീവ് കിഡ്സ് അല്ലെങ്കിൽ ബേബീസ് സ്റ്റുഡിയോ ആണ് കേട്ടോ. കുട്ടികൾക്കായിട്ടും പാരൻസിനായിട്ടും ക്രിസ്മസ് സ്പെഷ്യൽ മിനി സെഷൻസ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് പോയിട്ടുള്ളത് ക്രിസ്മസ് ഷൂട്ടിലാണല്ലോ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ പാച്ചു അപ്പാപ്പൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയറൊക്കെ ഇട്ടിട്ട് തന്നു. പക്ഷേ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പാച്ചു ഒരു നിലയ്ക്കും അവൻ ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഭരിത മാക്സിമം ക്ഷമയോടുകൂടി അവനെ മാക്സിമം ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഹൈപ്പറായിട്ട് ഓടി നടക്കലും ചാടി നടക്കലാണ്. പക്ഷേ എങ്ങനെയൊക്കെയോ കുറേ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടോ.
എങ്ങനെയുണ്ട്? ഫോട്ടോസ് ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് ഷൂട്ടാണ്. ഇതൊരു ദിവസം ഒരു 7 മണിക്ക്, ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഷൂട്ടാണ്. ഒരു 7 മണി തൊട്ട് 8 മണി വരെയുള്ള സ്ലോട്ടിലാണ് നമ്മൾ പോയത്. തൃശ്ശൂർ തന്നെയുള്ള newberries.in എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജ്, അവർ ഒരു ഫ്ലോറിൽ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ മിനി സെഷന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള കുറേ സെറ്റ് പ്രോപ്പർട്ടീസാണ്. അവിടെയാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു തീം ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാച്ചുവിൻ്റെ ഈ ഡ്രസ്സ് മിറ ബൈ അൻസു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ്. എൻ്റെ ഈ കോസ്റ്റ്യൂം സെറ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിൽ നിന്നാണ്. ലാസ്റ്റ് ഇയറൊക്കെ കുറച്ചും കൂടി ഈസി ആയിരുന്നു പാച്ചുവിനെ ഇരുത്താനും പോസ് ചെയ്യിപ്പിക്കാനൊക്കെ. ഇത്തവണ ആയപ്പോൾ അവൻ ഭയങ്കര ആക്റ്റീവാണ്. അവന് ഓടണം, അവന് നിൽക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമായത് കാരണം കുറച്ച് കഷ്ടപ്പെട്ടു ഫോട്ടോസൊക്കെ കിട്ടാനായിട്ട്. പിന്നെ എൻ്റെയും കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഹോൾ ടീം ഉണ്ടായിരുന്നു. കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ടും എടുക്കാനുണ്ടായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഷൂട്ടായിരുന്നു. അപ്പോൾ പാച്ചു ഓടി നടപ്പായിരുന്നു. അതിന് വലിയ ഫ്ലോറാണ്, അവിടെ പ്രത്യേകിച്ച് ആരും ഇല്ല. അപ്പോൾ അവൻ ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ക്യാപ്പൊക്കെ വെക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അവനൊരു നിലയ്ക്കും സമ്മതിക്കുന്നില്ല. പാച്ചുവിനെ അവിടെ ഒറ്റയ്ക്കുള്ള കുറച്ച് ഫോട്ടോസ് കിട്ടാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും വളരെ കുറച്ച് ഫോട്ടോസേ കിട്ടിയുള്ളൂ. എന്നാലും കിട്ടിയ ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൻ്റെ കോസ്റ്റ്യൂമും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ടീമും ആണെങ്കിലും അതെ, ന്യൂബറീസ് ടീമും ആണെങ്കിലും അതെ, അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. വളരെ ക്ഷമയോടുകൂടി പാച്ചുവിൻ്റെ കുറുമ്പും കുരുത്തക്കേടിനൊക്കെ താളം തുള്ളി നിന്നു. അപ്പോൾ ഫോട്ടോസ് കണ്ടാലോ? അങ്ങനെ അന്ന് തന്നെ നമ്മുടെ സെക്കൻഡ് തീമിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇങ്ങനൊരു സെറ്റപ്പാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്നോ തീമൊക്കെ ആയിരുന്നു. പാച്ചുവിൻ്റെ ബിൻസി മമ്മി കൊണ്ടു തന്ന ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പോയിലുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ഔട്ട്ഫിറ്റാണ് ഇടിയിച്ചിട്ടുള്ളത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സായിരുന്നുകൊണ്ട് തന്നെ അവൻ അത്രയും ഒരു ക്രാങ്കി ഒന്നും ആയിരുന്നില്ല. ബോളൊക്കെ എറിഞ്ഞ് മാക്സിമം അവനെ ചിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടി നിന്ന് ചെയ്യുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവൻ ഓടിപ്പോകുന്നുണ്ട്, ഇറങ്ങി ഓടുന്നുണ്ട്, അവൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. പക്ഷെ അവൻ്റെ താളത്തിനൊത്ത് നമുക്ക് നിൽക്കുക എന്നുള്ളത് ഒരു ഓപ്ഷനുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കയറിയിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാച്ചു. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അവന് ഫോട്ടോസ് കാണണം. അവൻ തന്നെ ക്യാമറയിൽ അവൻ തന്നെ മാറ്റി 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 അങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സഖാവ് ഫോട്ടോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഫോട്ടോസ് കാണണ്ടേ? അങ്ങനെ ഫോട്ടോഷൂട്ട്സൊക്കെ ഞങ്ങൾ തൽക്കാലം അവസാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. എല്ലാ ഫ്ലോറിലും കയറി ഇറങ്ങിയിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസും ഫോട്ടോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.